നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി കഴിഞ്ഞ ദിവസം വിതരണം ആരംഭിച്ചു. 2 ഗഡുക്കളുടെ വിതരണമാണ് ആരംഭിച്ചിട്ടുള്ളത്. ഫെബ്രുവരിയിൽ ലഭിച്ചവർക്ക് പക്ഷേ 1 ഗഡുവായിരിക്കും വിതരണം ചെയ്യുക. അത് മാർച്ചിലെ സഹായം. ഇനി ഫെബ്രുവരിയിലെയും മാർച്ചിലെയും ലഭിക്കാനുള്ളവർക്ക് 2 ഗഡുക്കൾ 2000 രൂപയാണ് എത്തിച്ചേരുക. 1000 രൂപ വീതമാണ് പ്രതിമാസം ധനസഹായമുള്ളത്. ഇനി ഇത് മാത്രമല്ല, സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വിതരണം അടുത്തയാഴ്ചയോടെ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ മാർച്ച് മാസത്തെ ധനസഹായവും അതിനുശേഷം ഈസ്റ്റർ വിഷുവൊക്കെ പ്രമാണിച്ച് 1 ഗഡു പെൻഷൻ മുൻകൂറായിട്ട് കൂടി വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത്. അതായത് 4000 രൂപയോളം ഗുണഭോക്താക്കൾക്ക് വരുന്ന ആഴ്ചകളിൽ ലഭിക്കും. അതായത് 1-2 ആഴ്ചയോടെ തന്നെ വിതരണം പൂർത്തിയാക്കുമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത്. പിന്നീട് ഏപ്രിൽ മാസം അവസാനം പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല. ഏപ്രിൽ മാസം അവസാനം നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യമാണ് സർക്കാർ മുൻകൂറായിട്ട് കൂടി നൽകുന്നത്. സാധാരണഗതിയിൽ ഇത്തരം വിശേഷ സമയങ്ങളിൽ ഈ രീതിയിൽ പെൻഷൻ വിതരണം നേരത്തെ ആക്കാറുണ്ട്. ആ സമാന രീതിയാണ് സർക്കാർ ഈ പ്രാവശ്യവും സ്വീകരിച്ചിട്ടുള്ളത്. പെൻഷൻ വാങ്ങുന്ന 63 ലക്ഷം പേരും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർ, അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർ, ഇവർക്കെല്ലാം തന്നെ ആനുകൂല്യം ഉണ്ടായിരിക്കും. ഇനി കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് 6 മാസത്തെ കുടിശ്ശിക പെൻഷനാണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. 9600 രൂപയോളം ഒരാൾക്ക് എന്ന രീതിയിലായിരിക്കും അക്കൗണ്ടിലേക്ക് തുകയെത്തുക. ഇതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ച 50 കോടി രൂപ വായ്പ, അതോടൊപ്പം മറ്റ് ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് പ്രത്യേക വായ്പാ സഹായം കൂടി അനുവദിച്ചിട്ടുണ്ട്. ഈ തുകയെല്ലാം സർക്കാർ ഗ്യാരണ്ടിമേലാണ് ഇപ്പോൾ വായ്പ അനുവദിച്ചിട്ടുള്ളത്. ഈ തുക വിനിയോഗിച്ചായിരിക്കും കുടിശ്ശികയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യുന്നത്. എങ്കിലും ബാക്കി ശേഷിക്കുന്നുണ്ട്. ആ തുക വളരെ വൈകാതെ നൽകുമെന്നും അറിയിപ്പ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, റേഷൻ ആനുകൂല്യങ്ങൾ കാർഡുടമകൾ പ്രയോജനപ്പെടുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തുടർച്ചയായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ റേഷൻ കാർഡ് AVO അല്ലെങ്കിൽ BPL ഒക്കെ ആണെങ്കിൽ നമുക്ക് സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിൽക്കുന്നതിന് കാരണമാകും. മുൻഗണനേതര വിഭാഗത്തിലേക്ക്, അതായത് APL വിഭാഗത്തിലേക്ക് കാർഡ് തരം മാറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് റേഷൻ ആനുകൂല്യങ്ങൾ എല്ലാ മാസവും കാർഡ് പതിപ്പിച്ച് കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. കാർഡ് ഉടമകളിൽ ആരെങ്കിലും റേഷൻ കടയിൽ എത്തിച്ചേർന്ന് ബയോമെട്രിക് സംവിധാനത്തിലൂടെ വെരിഫിക്കേഷൻ ചെയ്താണ് റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റേണ്ടത്. അപ്പോൾ ആ കാര്യം തീർച്ചയായിട്ടും നമ്മളുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധിച്ചിരിക്കണം. റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാതെ പോകരുത്. ഇത്തരത്തിൽ മുൻഗണനാ വിഭാഗത്തിലെ കാർഡ് ഉടമകൾ റേഷൻ ആനുകൂല്യങ്ങൾ നിരസിക്കുന്നത് മൂലം അത് നമ്മളുടെ മുൻഗണന ചോദ്യം ചെയ്യപ്പെടുന്നതിന് കാരണമായേക്കാം. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഗ്യാസ് ബുക്കിങ്ങുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. LPG ബുക്കിങ്ങിന് വേണ്ടി പ്രത്യേക ആപ്ലിക്കേഷൻ എന്ന രീതിയിലേക്ക് നമ്മുടെ വാട്സപ്പിലൂടെയൊക്കെ ചിലപ്പോൾ ആപ്ലിക്കേഷൻ ഫയലുകൾ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക. നിലവിൽ ഗ്യാസ് ബുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ആപ്ലിക്കേഷൻ ഉപകരിക്കും എന്ന രീതിയിലൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ അറിയിപ്പുകൾ വരിക. എന്നാൽ അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കുന്നതിലൂടെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം തട്ടിപ്പുകാർ കൈക്കലാക്കുമെന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ പരമാവധി അവഗണിക്കുക. നിലവിൽ വിതരണ ഏജൻസിയുടെ അല്ലെങ്കിൽ കമ്പനിയുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുന്ന കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് 45-25 ദിവസത്തെ സമയപരിധിയുമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ മൊബൈൽ വഴി എന്തെങ്കിലുമൊക്കെ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യേക ബുക്കിംഗ് ആപ്ലിക്കേഷൻ എന്നൊക്കെ രീതിയിലുള്ള ഫയലുകൾ കണ്ടാൽ അത് അവഗണിക്കുക. അത്തരത്തിലുള്ള ഫയലുകൾ ഡിലീറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.